ഞാൻ ആദ്യമേ പറയാം, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെടുന്ന ഒരാളല്ല. വോട്ടിടാൻ വരെ പോകാറില്ല. അപ്പം ആരും എന്ന ചീത്ത വിളിക്കണ്ട. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ പറയാണ്. നടൻ സലീം കുമാറിൻ്റെ സ്മരണയ്ക്ക് 1 കോടി രൂപ മാറ്റിവെച്ചു എന്ന് പറഞ്ഞു. സലീം കുമാറിനെ നമുക്ക് സ്മരിക്കാൻ ഒരു സ്മാരകത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലേ? എല്ലാവരുടെ മനസ്സിലും എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ആ പൈസ കൊണ്ട് വീടില്ലാത്തത് കുറേ ആൾക്കാരുണ്ട്. അവർക്ക് വീട് വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ അസുഖം ചികിത്സിക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്ത് അത് വലിയൊരു ഉപകാരമായേനെ. അതും സലീം കുമാറിൻ്റെ പേരിൽ തന്നെ കൊടുത്തോട്ടെ. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമല്ലേ? നമ്മുടെ സർക്കാർ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇന്ന് ഞാൻ ടോണി അച്ചായൻ്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു. ഒരു സ്ത്രീ, ഭർത്താവ് 3 വർഷമായിട്ട് കിടപ്പിലാണ്, കൊച്ചിനും എന്തോ അസുഖമുണ്ട്. പെണ്ണുങ്ങൾ ലോട്ടറി വിറ്റാണ് ജീവിക്കണേ. 17 മാസമായിട്ട് വീടിൻ്റെ വാടക കൊടുത്തിട്ടില്ല, പിന്നെ ബാങ്ക് ലോൺ ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള ആൾക്കാരെയാണ് സഹായിക്കേണ്ടത്. അല്ലാണ്ട് ഒരു സ്മാരകത്തിന് വേണ്ടി 1 കോടി രൂപ ചെലവഴിച്ചിട്ട് അതിന് എന്ത് നേട്ടമാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ പൈസ കൊണ്ട് എത്രയോ പാവങ്ങളുടെ കണ്ണീരൊപ്പായിരുന്നു. മനസ്സിലെ സങ്കടവും വിഷമം കൊണ്ടാണ് പറഞ്ഞത്. എന്നാൽ ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് വിഷമായി. ആ ഒരു കൊച്ച് ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായിട്ട് എന്തോ കേടായ അവില് കഴിച്ചിട്ട് വയറിളക്കും ഇതൊക്കെ ആയിരുന്നു ആ കൊച്ചിന്. അത്രമേലും വീട്ടിൽ പോലും കഴിക്കാൻ പോലും ഒന്നുമില്ലാത്ത അതുപോലെ ഒരുപാട് പട്ടിണി പാവങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യൂ പ്ലീസ്. ഇതൊരു അഭ്യർത്ഥനയാണ്. അപ്പോൾ എന്നോട് യോജിക്കുന്നവർക്ക് വീഡിയോ ഷെയർ ചെയ്യാം, അധികാരികളിലേക്ക് എത്തട്ടെ, അവരെ ഒന്ന് കണ്ണ് തുറക്കട്ടെ. പിന്നെ ഈ ഒരു പോസ്റ്റ് ആരും രാഷ്ട്രീയമായിട്ട് കാണണ്ട, രാഷ്ട്രീയപരമായിട്ട് എന്നെ ചീത്ത വിളിക്കുകയും വേണ്ട. കാരണം ഒരു പാർട്ടിയിലും എനിക്ക് താല്പര്യമില്ല. ഞാൻ പണിയെടുത്ത എൻ്റെ വീട് കഴിയും എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. വോട്ടിടാൻ വരെ നാട്ടിലുണ്ടെങ്കിൽ പോകാറില്ല. എൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ പ്രാവശ്യമാണ് ഞാൻ വോട്ടത്. അത് വോട്ട് എങ്ങനെയാണ് ഇടുന്നത് എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ രാഷ്ട്രീയപരമായി കാണണ്ട. പാവങ്ങളെ കണ്ണീരൊപ്പനാവണം ഈ കോടികൾ ചിലവഴിക്കുന്നത്. അല്ലാണ്ട് ഒരു സ്മാരകം കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. സലീം കുമാറിനെ ഓർക്കാൻ സ്മാരകത്തിൻ്റെ ആവശ്യമില്ല. നമ്മളൊക്കെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും ആ രൂപം.